അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിമഹത്തായ ഒരു ഇസ്മിനെ കുറിച്ചാണ്. ഈ ഇസ്മിനെ 9000 പ്രാവശ്യം ഒരു മാസം ചൊല്ലിയാൽ നാട് വിട്ടുപോയ ആൾ തിരികെ വരുന്നതാണ്. ഇസ്മിനെ 5000 പ്രാവശ്യം ഓതിയ ശേഷം 2 റക്അത്ത് നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസിയും സൂറത്ത് ഇഖ്ലാസും 10 പ്രാവശ്യം വീതം ഓതുക. രണ്ടാമത്തെ റക്അത്തിലും ആയത്തുൽ കുർസിയും സൂറത്തുൽ ഫാത്തിഹയും ഓതി നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം സ്വലാത്തിനെ 100 പ്രാവശ്യം ഓതുക. അതിനുശേഷം ഈ പറയുന്ന ഇസ്മിനെ 1000 പ്രാവശ്യം ഓതുക. പിന്നീട് ഒരു പേപ്പർ തുണ്ടിൽ ഈ ഇസ്മിനെ എഴുതി തലയണ കീഴിൽ വെച്ച് ഉറങ്ങിയാൽ പല അത്ഭുതങ്ങളും കാണാം. കാണാതായ ആൾ, മുതൽ എന്നിവയുടെ വിവരങ്ങളും ലഭിക്കും. മനസ്സ് ഏകാഗ്രമായിരിക്കണം. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഇസ്മുകളോ ദിക്റുകളോ സൂറത്തുകളോ ഓതുന്നതിന് മുമ്പ് 2 റക്അത്ത് ഹാജത്ത് നമസ്കരിക്കുക. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹദിയ ചെയ്യുകയും ചെയ്യുക. പറയാൻ കാരണം ഒരുപാട് പേർ പരാതി പറയുന്നത് കേൾക്കാം. ഞാൻ ഏതൊക്കെ സൂറത്ത് ഓതിയാലും എത്രയൊക്കെ ദിക്ർ ചൊല്ലിയാലും ഇസ്മ് ചൊല്ലിയാലും എനിക്ക് ഒരു ഫലവും കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഹലാലായിരിക്കണം. അതുപോലെ തന്നെയാണ് ആഹാരം, പാനീയം, വസ്ത്രം. അതുപോലെ വുളു ഉണ്ടായിരിക്കുക, കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുകയും ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഫലം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആത്മാർത്ഥത കുറഞ്ഞിട്ടുണ്ടെന്നും ആവശ്യമില്ലാത്ത എന്തോ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിച്ച് പൊരുത്തം തേടുക. ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക. ഏതാണ് ആ ഇസ്മെന്നറിയണ്ടേ? യാ ഖാലിഖു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ലും ഇലൈഹി മുആദുഹു. അല്ലാഹുവേ, നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹവും നടത്തി തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.